ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പടവലം കൃഷിയെ പറ്റിയിട്ടാണ് കേട്ടോ. പടവലം കൃഷി നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ കൃഷി ചെയ്യാം, ഏതൊക്കെ വളങ്ങളാണ് കൊടുക്കേണ്ടത്, ഏതൊക്കെ കീടനാശിനികളാണ് കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് കേട്ടോ, നമ്മൾ താഴെയാണ് പടവലം നട്ട് കൊടുത്തേക്കുന്നത്. താഴെ ഒരു 3 വിത്തിട്ട് മുളപ്പിച്ച് നമ്മൾ ഈ പന്തലിലോട്ട് കയറ്റി വിടുമായിരുന്നു. അപ്പോൾ ഈ മുളച്ച് വരുന്ന സമയത്ത് പന്തലിലോട്ട് കയറി വരുന്നത് വരെ അതിൻ്റെ താഴേന്ന് വരുന്ന ചെറിയ ശിഖരങ്ങൾ പോലെ വള്ളി പോലെ കയറി വരുന്നതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം കേട്ടോ. നമ്മൾ പന്തലിലോട്ട് കയറി കഴിഞ്ഞതിന് ശേഷം പിന്നെ കയറി വരുന്നത് കുഴപ്പമില്ല, അല്ലെങ്കിൽ നല്ല കരുത്തോടെ നമ്മുടെ ഈ ഇത് പടർന്നു വരില്ല. പിന്നെ പന്തലിൽ കയറി കഴിഞ്ഞാലും ഇത് ശരിക്കും അങ്ങനെ ശിഖരങ്ങൾ പൊട്ടി വരുന്നില്ലെങ്കിൽ അതിൻ്റെ കൂമ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ നല്ല ശിഖരങ്ങളോടുകൂടി നമ്മുടെ പന്തൽ നിറച്ച് തിങ്ങി ഇതേപോലെ പടർന്ന് പന്തലിച്ച് വരും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ അടുത്തുള്ള പടവലം എന്ന് പറഞ്ഞാൽ ബേബി പടവലമാണ്. ഇതിപ്പോൾ 2-3 കഴിഞ്ഞിട്ടുണ്ടായതാണ് കേട്ടോ, വെച്ച് ചെറുതാണ്. ഇപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് വേറെ വലുത് കിടക്കുന്നുണ്ട്. അപ്പോൾ ദേ ഇത് കണ്ടോ, ഞാനിവിടെ പന്തലിട്ടേക്കണതെന്ന് വെച്ചാൽ 4 കാല് ഇങ്ങനെ വെച്ചിട്ട് മതിലിനോട് ചേർത്ത് ചെയ്തേക്കുകയാണ്. അപ്പോൾ എൻ്റെ പന്തൽ കുറച്ച് ചെറുതാണ് കേട്ടോ. കാരണം പറഞ്ഞാൽ ഈ സൈഡിൽ ഞാൻ ദേ ഇവിടെ റംബൂട്ടാനാണ്, അപ്പുറത്തെ സൈഡിൽ എനിക്ക് മറ്റേ ചിക്കു ഉണ്ടല്ലോ, സപ്പോട്ട, അതിൻ്റെ രണ്ടിനെയും ഗ്യാപ്പ് നോക്കിയിട്ടാണ് നമ്മൾ നട്ടേക്കണത്. അപ്പോൾ അതേ അതിൻ്റെ ഒരു വള്ളി കയറിയിട്ട് ഈ റംബൂട്ടാൻമേക്ക് കയറിയിട്ട് അവിടെയും ചെറിയൊരു പടവലങ്ങ ഉണ്ടായി കിടക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ നമുക്ക് പടവലങ്ങ പിടിച്ചു വരും കേട്ടോ. ഇത് ഞാനിപ്പോൾ അത് ചെയ്ത് കൊടുത്തേക്കണമെന്ന് വെച്ചാൽ 15 ദിവസത്തെ ഇടവേളകളിൽ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടി മിക്സ് ചെയ്താണ് ഇതിനിട്ട് കൊടുത്തത്. അപ്പോൾ നല്ല രീതിയിൽ കായകൾ ഉണ്ടാകുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഒരു കായ പിടിച്ച് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് കണ്ടോ, പടവലങ്ങ ഞാൻ 2-3 പറിച്ചെടുത്തു. ഇപ്പോൾ ഇത് വീണ്ടും അത്യാവശ്യം വലുപ്പമുണ്ട്, നല്ല വണ്ണമുണ്ട്, എന്നാൽ നീളം കുറവാണ് കണ്ടോ. അതേപോലെ നമുക്ക് ചെറിയൊരു കുടുംബത്തിന് ഒരു തോരനുള്ള പടവലങ്ങ നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ വലിയ കൃഷിയൊന്നും ചെയ്യുന്നവരോടല്ല കേട്ടോ, നമ്മുടെ വീട്ടാവശ്യം, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് 3-4 പേർക്ക് കൃഷി ഉള്ള ആവശ്യത്തിനുള്ള തോരൻ ഉണ്ടാക്കാനുള്ള പടവലങ്ങ നമുക്കിങ്ങനെ ചെയ്ത് കൊടുത്താൽ കിട്ടും കേട്ടോ. പിന്നെ ഇതിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പച്ചപ്പുഴുവാണ്. ഇതിൻ്റെ ഈ ഇലകളുടെ അടിയിൽ ഇങ്ങനെ പച്ചപ്പുഴു വരും. പുഴു വന്നിട്ട് ഈ ഇലകളെല്ലാം തിന്ന് നശിപ്പിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും തന്നെ ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് വന്ന് നോക്കി പുഴുക്കളുണ്ടോ എന്നൊക്കെ വന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എല്ലാ ആഴ്ചയിലും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ കീടങ്ങളൊന്നും വരാതെ ഇരിക്കും. പിന്നെ ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ പുഴുക്കൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ബിവേറിയ പോലെയുള്ള ജൈവ കീടനാശിനികൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നമുക്ക് ജൈവ വളങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുഴുക്കളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷിക്കാനായിട്ട്, നമ്മുടെ ഈ പടവലത്തെ രക്ഷിക്കാനായിട്ട് പറ്റും. ആകപ്പാടെ വരുന്ന ഒരു ഇതാണ്. പിന്നെ കായീച്ച ശല്യം ഞാനിപ്പോൾ ഈ പ്രാവശ്യം നട്ടതിൽ കണ്ടില്ല കേട്ടോ. നമുക്കങ്ങനെ പ്രശ്നങ്ങളായിട്ട് വന്നില്ല, പ്രശ്നം ഒന്നും ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് നട്ട് വളർത്താൻ പറ്റുന്ന ഒരു പടവലമുണ്ട്, ബേബി പടവലം. ഇത് ഹൈബ്രിഡാണ്. പിന്നെ നല്ല നീളത്തിലുള്ള പടവലമുണ്ട്, ഹൈബ്രിഡും ഉണ്ട്, നാടനും ഉണ്ട്. അപ്പോൾ ഞാൻ നട്ടത് ഇതാണ്. അപ്പോൾ നമുക്ക് ഒരു പടവലങ്ങ ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ തോരനുള്ള കാര്യം നടക്കും. പിന്നെ നമുക്കിതിന് നല്ല രീതിയിൽ കായ്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പെൺപൂക്കളുണ്ടാകും. അതേപോലെ തന്നെ കായ്കളൊന്നും കൊഴിഞ്ഞു പോവാതെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ഒരു 2 സ്പൂൺ ചാരമൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്കതിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ തളിച്ച് കൊടുക്കുകയൊക്കെ ചെയ്താൽ നല്ല പൊട്ടാഷ് വളമാണ്. അതേപോലെ തന്നെ പൂക്കളുണ്ടാവാൻ നല്ലതാണ്. പിന്നെ കീടങ്ങളുടെ ആക്രമണം കുറയുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഈ പടവലം നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ പറിച്ചെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പടവലങ്ങ അതിൽ നിന്ന് പറിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഒത്തിരി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കറി വയ്ക്കാനായിട്ട് കൊള്ളില്ല. അപ്പോൾ ഒത്തിരി മൂക്കുന്നതിന് മുമ്പ് ഇത് കണ്ടോ, നല്ല വണ്ണത്തിൽ നീളം കുറഞ്ഞ പടവലങ്ങ. നമുക്കിത് മതിയല്ലോ, നമ്മുടെ വീട്ടാവശ്യത്തിന് ഒരു കുടുംബത്തിലേക്ക് ഒരു തോരൻ വെക്കാനൊക്കെ ഇത് മതിയല്ലോ. അപ്പോൾ അതേ നല്ല ഒരു കീടനാശിനികളും അടയ്ക്കാത്ത നല്ല ഫ്രഷായിട്ടുള്ള പടവലങ്ങ നമുക്ക് വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ ഇതേപോലെ പറിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്